നമസ്കാരം. കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ പോയെന്നൊരു പ്രയോഗം പുകമറ പോലെ എവിടെയൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണോ എന്ന് തോന്നിപ്പോകും. ഇത്തവണ പത്മ പുരസ്കാരത്തിൽ കേരളം നൽകിയ ലിസ്റ്റിൽ ഒരാൾ മാത്രമാണ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു. ബാക്കിയുള്ളവരെ കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. പരിഗണിക്കാത്തവരുടെ ലിസ്റ്റിൽ നടൻ മമ്മൂട്ടിയുമുണ്ട്. അതായത് പണ്ട് തമിഴ്നാടിന്റെ ശുപാർശയിൽ പത്മ പുരസ്കാരം ലഭിച്ച നടനാണ് മമ്മൂട്ടി. എങ്കിൽ പോലും ഇത്ര കാലമായിട്ട് സിനിമാ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും കേരളത്തിന്റെ ശുപാർശയോടെ ഒരു പത്മ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഏകദേശം 50 വർഷത്തോളം സിനിമാ മേഖലയിൽ തിളങ്ങുന്ന ആളായിട്ട് പോലും ഇത്തവണയും പത്മ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഇതേ അവസ്ഥയിൽ പലർക്കും അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ പോകുന്നവരുടെ കഥകൾ ഞാൻ പലയിടങ്ങളിലായി വായിച്ചു. ഇന്നിപ്പോൾ കേരള സാഹിത്യ അക്കാദമിക്കെതിരെ എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയ ഒരു വാർത്ത കൂടെ കണ്ടു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ആദ്യത്തെ കാര്യം, ഇതെല്ലാം കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രം കേരളത്തിന്റെ ഒരു ലേബലിൽ മാത്രം നഷ്ടമാകുന്ന അർഹതപ്പെട്ട അംഗീകാരങ്ങളാണോ എന്നതാണ്. എന്തായാലും ഇപ്പോൾ സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ 2 മണിക്കൂറോളം പ്രഭാഷണം നടത്തിയിട്ട് പോലും തനിക്ക് വെറും 2400 രൂപ മാത്രമാണ് തന്നതെന്നും ഇതാണോ കേരളത്തിലെ സാംസ്കാരിക ലോകം തനിക്ക് തരുന്ന വിലയെന്നും കേരള സാഹിത്യ അക്കാദമി തന്റെ വില വ്യക്തമാക്കാനാണ് ഇത്തരമൊരു തുക തന്നത് എന്നും അദ്ദേഹം പ്രതികരിക്കുകയാണ്. നവകേരള സദസ്സിനുൾപ്പെടെ ഓരോ മിമിക്രി പരിപാടിക്ക് പോലും ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന സർക്കാരാണ് താൻ 2 മണിക്കൂറോളം നീളുന്ന ഒരു പ്രസംഗം നടത്തിയിട്ട് പോലും ഈ 2400ഓളം രൂപ മാത്രം തന്ന് തന്നെ ഒതുക്കിയത് എന്നൊരു ഖേദം പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രിമാർക്ക് 36,000-ൽ കൂടുതൽ രൂപ യാത്രാപ്പടി നൽകിയ സർക്കാരിന്റെ കീഴിലെ സ്ഥാപനം കൂടെയാണ് ഈ പറഞ്ഞ കേരള സാഹിത്യ അക്കാദമി എന്നതും ഒരാൾ 2 മണിക്കൂർ തൊണ്ടപൊട്ടി പ്രസംഗിച്ചതിന് പോലും തുച്ഛമായ തുക നൽകിയത് എന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സംഭവത്തിന്റെ ഭാഗമായി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് CICC ജയചന്ദ്രൻ കവിയെ ഉദ്ധരിച്ച് ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചതോടെ സംഭവം വിവാദമാവുകയാണ്. ജനുവരി 30-ന് കുമാരനാശാന്റെ കാരുണ്യകാവ്യത്തെ കുറിച്ച് സംസാരിക്കാൻ അക്കാദമി അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു. കൃത്യസമയത്ത് സ്ഥലത്തെത്തുകയും വിഷയത്തെക്കുറിച്ച് 2 മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. 50 വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി എന്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞതെന്നും പ്രതിഫലമായി എനിക്ക് നൽകിയത് 2400 രൂപയാണ് എന്നും അദ്ദേഹം പോസ്റ്റിൽ പങ്കുവച്ചു. എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിന്റെ ടാക്സിയിലും വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്റയും അടക്കം രൂപ ചെലവാക്കിയായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തത്. 1100 രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച അതിന്റെ കൂലിയെടുത്തിട്ടാണ് എന്നും അദ്ദേഹം പറയുന്നു. സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല, ഒരിക്കലും വരികയുമില്ല. മിമിക്രിക്കും പാട്ടിനുമൊക്കെ 10,000-കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളാണ്. സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില 2400 രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ദയവ് ചെയ്ത് എന്നെ മേലാൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രതികരിക്കുന്നു. അത്തരമൊരു ബഹുമതിക്ക് താൻ യോഗ്യനല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിനുശേഷം വിഷയം വിവാദമായതോടെ അദ്ദേഹത്തിന് അർഹതപ്പെട്ട പണം ഇനി നൽകും എന്ന് പറഞ്ഞ് സാഹിത്യ അക്കാദമി പ്രവർത്തകരെല്ലാം പ്രതികരിച്ചു. എന്നാലും അത് ചോദിച്ചു വാങ്ങേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ എന്നതാണ് ഇവിടെ ശ്രദ്ധേയം.